Yes. We have discussed about functions with compact support or what is support of a function. നമ്മളത് കൂടുതൽ പറഞ്ഞതാണ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതുമാണ് അല്ലേ. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇഫ് എ ഗിവൺ എ ഫംഗ്ഷൻ എഫ്, അതിൻ്റെ നോൺ സീറോ വാല്യൂസ് തരുന്ന സെറ്റിൻ്റെ ക്ലോഷർ അല്ലേ. സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദി ക്ലോഷർ ഓഫ് ദി സെറ്റ് ഓഫ് ഓൾ എക്സ് വിത്ത് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ. നോൺ സീറോ വാല്യൂസ് തരുന്ന പോയിൻസിൻ്റെ സെറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ക്ലോഷറിനെയാണ് നമ്മൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എ കോമ്പാക്ട് സെറ്റ് വി ക്യാൻ സേ ഇറ്റ് ആസ് എ ഫംഗ്ഷൻ വിത്ത് കോമ്പാക്ട് സപ്പോർട്ട്. പിന്നെ അത് കഴിഞ്ഞ് ആ ഡെഫിനിഷൻ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നത് ദാറ്റ് എനി ഫംഗ്ഷൻ ഇൻ L2R ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ബൈ എ C2 ഫംഗ്ഷൻ വിത്ത് കോമ്പാക്ട് സപ്പോർട്ട്. അതായത് ഫോർ എനി എഫ് ബിലോങ് ടു L2R ദർ എക്സിസ്റ്റ് ഫോർ എനി എപ്സിലോൺ ദർ എക്സിസ്റ്റ് എ ജി സച്ച് ദാറ്റ് നോം എഫ് മൈനസ് ജി ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. വേർ ജി ഈസ് എ C2 ഫംഗ്ഷൻ വിത്ത് കോമ്പാക്ട് സപ്പോർട്ട്. C2 എന്ന് പറയുമ്പോൾ ട്വൈസ് ഡിഫറൻഷ്യബിൾ. ആ റിസൾട്ട്സൊക്കെ, ആ ഡെഫിനിഷൻ റിസൾട്ട്സൊക്കെ പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് ആവശ്യമുണ്ട്. അടുത്ത ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള രണ്ട് പ്രോബ്ലംസാണിത്. ദ ഫസ്റ്റ് വൺ ഇസ് സപ്പോസ് എഫ് ഫ്രം R to C is C2 and has compact support, then prove that f and f hat belong to L1R. ഒരു ഫംഗ്ഷൻ വിത്ത് കോമ്പാക്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതും അതിൻ്റെ ട്രാൻസ്ഫോമും L1R ഉണ്ടായിരിക്കും, എന്താണ് ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ലെറ്റ് us ടേക്ക് ദി സപ്പോർട്ട് സെറ്റ് ഓഫ് ഓൾ എക്സ് വിത്ത് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോൻ്റെ ക്ലോഷറാണ് എസ് ആൻഡ് ഗിവൺ എസ് ഇസ് കോമ്പാക്ട്. പിന്നെ എഫ് C2 ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആണ് കോമ്പാക്ട് സെറ്റ് കണ്ടിന്യൂസ് ആണ്. പിന്നെ എന്താണ്, യെസ്, എഫ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്, നോൺ സീറോ വരുന്ന സെറ്റിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആണ്. സോ ഇറ്റ് മസ്റ്റ് ബി ബൗണ്ടഡ്. സീറോ ബാക്കിയുള്ള ഭാഗത്ത് പിന്നെ സീറോ ആയിരിക്കും, കുഴപ്പമില്ല. അപ്പോൾ ഈ നോൺ സീറോ വരുന്ന സെറ്റ് തന്നെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി എ ബൗണ്ടഡ് ഫംഗ്ഷൻ. So there is a bound norm f less than or equal to m. So let us evaluate this integral over r f mod f of x dx എന്ന് പറയുന്നത്. You split the integral over r to integral over s plus integral over r minus s. എസും r minus s ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എസ്സിൽ അപ്പർ ബൗണ്ട് m ആണ്, r minus എസ്സിൽ f of x സീറോ ആയിരിക്കുമല്ലോ, ബിക്കോസ് നോൺ സീറോ ഉള്ള സെറ്റിൻ്റെ ക്ലോഷറാണ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ r minus എസ്സിൽ സീറോ ആയിരിക്കും. സോ integral over s m dx equal to m into പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ integral over s dx which is measure of s. So it is equal to m into measure of s which is a finite value. Okay, so integral over r mod f of x dx finite ആയതുകൊണ്ട് f L1R ഉണ്ടാവും. ഇനി എഫ് L1R ഉണ്ടെങ്കിൽ ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, എഫ് ഹാറ്റും ബൗണ്ടഡ് ആണ്, അല്ല എഫ് ഹാറ്റും L1R ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ വിൽ പ്രൂവ് ദാറ്റ് ടു. എഫ് ഹാറ്റ് ഇസ് കണ്ടിന്യൂസ് ആൻഡ് ബൗണ്ടഡ് ബൈ വൺ നോം എഫ്. എഫ് ഹാറ്റ് കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ബൗണ്ടഡ് ബൈ വൺ നോം എഫ് ആണെന്നും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് മോഡ് എഫ് ഹാറ്റ് ഓഫ് സീറ്റ ഈക്വൾ ലെസ് ദാൻ ഓർ ഈക്വൾ ടു വൺ നോം എഫ് എന്നുള്ളതൊക്കെ പ്രൂവ് ചെയ്തതാണ്. സോ ദീസ് ടു ആർ പ്രൂവ്ഡ്. സോ ഇനി നമുക്കതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. മോഡ് എഫ് ഹാറ്റ് ഓഫ് സീറ്റ ജസ്റ്റ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്, ടേക്കിംഗ് എഫ് ഓഫ് എക്സ് ആസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ, ഇ റേസ് ടു മൈനസ് ഐ എക്സ് സി ആസ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, സോ f hat of theta is f of x first into integral of second minus integral of derivative first into second of integral of the second. Apply the limit. Okay, so here the first is 0 because this is e raised to minus I x theta, no, cos മാത്രമേ വരുന്നുള്ളൂ, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി വരുന്നത്, ഇറ്റ് വിൽ ബി 0. സോ റിമൈനിങ് ഇസ് ദിസ്. അഗൈൻ ഇൻറ്റഗ്രേറ്റ് വൺസ് മോർ. നമുക്ക് എന്താണ് C2 ആണ്, അപ്പോൾ നമ്മൾ ട്വൈസ് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആൻഡ് യു ആർ ഗെറ്റിംഗ് ലൈക്ക് ദിസ്. എഫ് ഹാറ്റ് ഓഫ് സീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് 1 ബൈ സീറ്റ സ്ക്വയർ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് സീറ്റ ഡി എക്സ്. സോ വാട്ട് വിൽ ബി ദ മോഡുലസ്? മോഡുലസ് ഓഫ് ദി ഇൻറ്റഗ്രൽ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ദ മോഡുലസ്. അപ്പോൾ 1 ബൈ സീറ്റ സ്ക്വയർ ഇൻറ്റഗ്രൽ ഓവർ ആർ മോഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇ റേസ് ടു ഐ എക്സ് സീറ്റ എന്ന് പറയുന്നത് 1 ആയി. ഇനി ഈ ഇൻറ്റഗ്രൽ ഓവർ ആർ എന്നുള്ളത് മറ്റേ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ഇൻറ്റഗ്രൽ ഓവർ ആറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എസ്സും ആർ മൈനസ് എസ് എടുത്താൽ എസ്സിൽ എഫ് ഡബിൾ ഡാഷ് കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ, C2 ഫംഗ്ഷൻ അല്ലേ, കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പം പിന്നെ എന്താണ്, എഫിന് കോമ്പാക്ട് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അതിൻ്റെ അങ്ങനെ ഒരു സെറ്റിൻ്റെ പുറത്തേക്ക് എഫ് ഡബിൾ ഡാഷും നോൺ സീറോ ആവാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ബൗണ്ടഡ് ആണ്. സോ വി ക്യാൻ ഹാവ് എൻ അപ്പർ ബൗണ്ട് M2 മെഷർ ഓഫ് എസ്, ഇപ്പുറത്ത് സീറോയുമായിരിക്കും. സോ ഇറ്റ് ഈസ് m2 m of s by theta square. You just take m2 into m of s as c. So mod f hat of theta less than or equal to c by theta square. Okay, clear അല്ലേ?
അപ്പോൾ എഫ് L1R ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു. ഇനി എഫ് ഹാറ്റ് ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനാദ്യം നമ്മൾ ഡെറിവേറ്റീവ് ഒക്കെ യൂസ് ചെയ്ത് ഇൻ്റഗ്രേഷൻ ഇത്രയും ആയി. ദെൻ മോഡുലസ് കണ്ടുപിടിക്കുക. ആൻഡ് യു ക്യാൻ പ്രൂവ് ദാറ്റ് മോഡ് എഫ് ഡാഷ് ഓഫ് സീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ബൈ സീറ്റ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമുക്ക് വി നോ ദിസ് പോയിൻറ്റ് ദാറ്റ് മോഡ് എഫ് ഡാഷ് ഓഫ് സീറ്റ മോഡ് എഫ് ഹാറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 norm എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഓവർ ആർ എന്ന് പറയുമ്പോൾ ഒരു അൺബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടിയതുകൊണ്ട് പറ്റില്ല. മെഷർ ഓഫ് ആർ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റ് ആണ് അല്ലേ. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു ഭാഗത്ത് ഒരു ഫൈനൈറ്റ് ഇൻ്റർവെല്ലിൽ ഈ കോൺസ്റ്റൻറ്റും പിന്നെ മറ്റേ അൺബൗണ്ടഡ് ആയി പോകുന്ന സെറ്റിൽ ഒരു ഡീക്കേയിങ് ബൗണ്ടും ആണ് നമ്മളിത് ഇതിനു മുമ്പേ നമ്മൾ ഇതുപോലെ ഏതോ ഒരെണ്ണത്തിൽ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ വാല്യൂ എഴുതിയേക്കുന്നത്. Now you split the integration over R to 2 sets, mod theta less than or equal to 1, mod theta greater than 1. 1 തന്നെ ആവണമെന്നില്ല, എന്ത് വാല്യൂ വരുന്നാലും കുഴപ്പമില്ല. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം k ഗ്രേറ്റർ ദാൻ k എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ആ ഫൈനൈറ്റ് വരുന്ന സെറ്റിൽ നമ്മളതിന് 1 norm f കൊടുക്കുക, ഫൈനൈറ്റ് വാല്യൂ. മറ്റേതിന് c ബൈ മോഡ് സീറ്റ സ്ക്വയറും കൊടുക്കുക. അപ്പോൾ ഇവിടെ 1 norm f ഇൻ്റഗ്രൽ -1 to 1 d theta എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 2 into 1 norm f കിട്ടും. ഒരു k ആണെങ്കിൽ -k to k, so 2k 1 norm f എന്ന് വരും. ഇവിടെ ആണെങ്കിലോ 2 മോഡ് സീറ്റ ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളത് -∞ to -1, 1 to infinity എന്നല്ലേ. സോ യു ക്യാൻ റൈറ്റ് 2 times 1 to infinity ബിക്കോസ് സീറ്റ സ്ക്വയർ ആണ്, ഈവൻ ഫംഗ്ഷൻ ആണ്. സോ 2c 1 to infinity 1 by സീറ്റ സ്ക്വയർ d സീറ്റ. ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഗിവ് ദ ലിമിറ്റ് -1 by സീറ്റ അപ് ടു ഫ്രം 1 to infinity ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് 1. അപ്പോൾ ഇത് k ആണെങ്കിൽ k to infinity എന്ന് വരും. സോ 2c into k എന്ന് വരും. So 2 1 norm f plus 2c which is finite of course and therefore f hat belong to L1R. അപ്പോൾ നമ്മൾ ഈ ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ഒരു ബൗണ്ടും അൺബൗണ്ടഡ് ആയിട്ടുള്ള ഇൻ്റർവെല്ലിൽ മറ്റൊരു ഡീക്കേയിങ് ബൗണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മോഡ് എഫ് ഹാറ്റ് ഓഫ് സീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ബൈ സീറ്റ സ്ക്വയർ എന്നുള്ള ലിമിറ്റ് ബൗണ്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, യെസ്. സോ വിത്ത് ദിസ് യു ക്യാൻ സേ ദാറ്റ് what if f is a function from R to C which is C2 and having compact support, then f and f hat belong to L1R. അപ്പോൾ ഒരു C2 function with compact support will be integrable. Both f and f hat will be integrable. So that is the first problem. Now we will use this problem in the lemma. Okay, നമുക്കൊരു ലെമ്മയാണ്. ആക്ച്വലി നമുക്ക് ഇത് തന്നെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനേക്കത്തേക്ക് ആവശ്യമുള്ള ചില റിസൾട്ട് നമ്മൾ എക്സസൈസിലായിരിക്കും കൊടുത്തേക്കുന്ന അത് പ്രോബ്ലമായിട്ട് ചെയ്യുന്നുള്ളൂ. സോ ദ ലെമ്മ ഇസ് സപ്പോസ് എഫ് ജി ബിലോങ് ടു L1R ആൻഡ് എഫ് ഹാറ്റ് ജി ഹാറ്റ് ബിലോങ് ടു L1R. എഫും ജിയും അതിൻ്റെ ട്രാൻസ്ഫോംസും L1Rലുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 2 3 1 ബോത്ത് ഓൾ എഫ് ജി എഫ് ഹാറ്റ് ആൻഡ് ജി ഹാറ്റ് ബിലോങ് ടു L2R. അപ്പം എഫും ജിയും എഫ് ഹാറ്റും ജി ഹാറ്റും L1Rലുണ്ടെന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം തന്നെ L2Rലുണ്ടാകും. പാർസിബൽസ് റിലേഷൻ എന്ന് പറയുന്നത് inner product f hat g hat is equal to 2 pi into inner product f g. The Plancherel's formula is norm f hat equal to root 2 pi norm f. Okay, yes. Above we will prove. Let f and f hat belong to L1R. f ഉം f hat ഉം L1R ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ f check ഉം ഉണ്ടാവും അല്ലേ. ബിക്കോസ് f hat ഉം f check ഉം റിലേറ്റഡ് ആണ്. f hat of minus x is 2 pi into f hat of x is it or relation ഞാൻ മറന്നുപോയി. എനിവേ ദേ ആർ റിലേറ്റഡ്. എഫ് ഹാറ്റും എഫ് ചെക്കും റിലേറ്റഡ് ആണ്. സോ എഫും എഫ് ഹാറ്റും L1Rലുണ്ടെങ്കിൽ എഫ് ചെക്കും L1Rലുണ്ടാവും. സോ പ്രൂവ് ചെയ്യേണ്ടത് L2ലുണ്ടെന്നാണ്. ഇൻ്റഗ്രൽ ഓവർ ആർ മോഡ് എഫ് ഓഫ് എക്സ് സ്ക്വയർ എഴുതുക. ഇൻ്റഗ്രൽ ഓവർ ആർ മോഡ് എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്നുള്ളതിന് മോഡ് എഫ് എക്സ് ഇൻറ്റു മോഡ് എഫ് എക്സ് എന്ന് എഴുതാം. ആൻഡ് ഒരു എഫിന് എഫ് നമുക്കൊരു ഇൻവേർഷൻ ഫോമുല വെച്ച് കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്നത് എഫ് ഹാറ്റ് ചെക്ക് അല്ലെങ്കിൽ എഫ് ചെക്ക് ഹാറ്റ് രണ്ടും സെയിം ആണ് ഓൾമോസ്റ്റ് എവറിവെയർ. So here we are writing it as f check hat of x. So mod f of x, f check hat of x dx. Anything hat ആണെങ്കിൽ mod f hat is less than or equal to 1 norm f ആണല്ലോ. സോ അപ്പോൾ ഇവിടുത്തെ f check hatന് പകരം less than or equal to 1 norm f check എന്ന് എഴുതാം. That 1 norm f check can be taken out. So integral over r mod f of x dx because this will be finite because f belong to L1R, that is 1 norm f. So 1 norm f check into 1 norm f which is finite, which says that this will be finite f belong to L2R. അപ്പോൾ എഫും എഫ് ഹാറ്റും L1Rലുണ്ടെങ്കിൽ എഫ് L2Rലുണ്ട്. ഇനി ഇത് തന്നെ യൂസ് ചെയ്തിട്ട്
എഫും എഫ് ഹാറ്റും L1 ആറിലും ഉണ്ടാകുമ്പോൾ എഫ് L2 ആറിലും ഉണ്ടാവും. അപ്പം എഫ് ഹാറ്റ് L1 ആറിലുണ്ടെങ്കിൽ എഫ് ചെക്ക് L1 ആറിലുണ്ടാവും ആൻഡ് എഫ് ചെക്ക് ഹാറ്റ് ഇസ് എഫ്. സോ എഫ് ചെക്കും എഫ് ചെക്ക് ഹാറ്റും L1 ആറിലുള്ളത് കൊണ്ട് എന്ത് ഉണ്ടാവും? എഫ് ചെക്ക് ഓൾസോ വിൽ ബിലോങ് ടു L2 ആർ. സോ എഫും എഫ് ചെക്കും L2 ആറിലുണ്ടെങ്കിൽ സി ദിസ് ഇസ് ദ റിലേഷൻ. എഫ് ചെക്ക് ഓഫ് എക്സ് ഇസ് 1/2 എഫ് ഹാറ്റ് ഓഫ് മൈനസ് എക്സ്. സോ എഫ് ചെക്ക് L2 ആറിലുണ്ടെങ്കിൽ എഫ് ഹാറ്റും L2 ആറിലുണ്ടാവും. So we can conclude that if f and f hat belong to like this, if f f f hatum L1 ആറിൽ ഉണ്ട് എങ്കിൽ both f and f2 belong to L2 are also. So similarly, if g and g hat belong to L1 r, they belong to L2 r also. So if f hat g hat belong to L1 r, then they belong to L2 r also. ഇനി അടുത്തത് ദ സെക്കൻഡ് ഇസ് പാർസിവൽസ് റിലേഷൻ. പിന്നെ പാർസിവൽസ് റിലേഷൻ കിട്ടുവാണെങ്കിൽ പ്ലാഞ്ചറൽസ് റിലേഷൻ എന്തെങ്കിലും പ്രൂവ് ചെയ്യാനുണ്ടോ? ഇല്ലല്ലോ. യു ടേക്ക് ജി ഈസ് ഈക്വൽ ടു എഫ്. സോ ദാറ്റ് നോം എഫ് ഹാറ്റ് ദാറ്റ് ഇസ് നോം എഫ് ഹാറ്റ് സ്ക്വയർ ഈക്വൽ ടു 2π നോം എഫ് എഫ്. നോം എഫ് ഇന്നർ പ്രൊഡക്റ്റ് എഫ് എഫ് ഇസ് നോം എഫ് സ്ക്വയർ. സോ നോം എഫ് ഹാറ്റ് സ്ക്വയർ ഇസ് 2π നോം എഫ് സ്ക്വയർ ടേക്കിംഗ് സ്ക്വയർ റൂട്ട് നോം എഫ് ഹാറ്റ് ഇസ് √2π നോം എഫ്. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനില്ല, ഇത് മാത്രം ചെയ്താൽ മതി. ആൻഡ് ദെൻ റീപ്ലേസ് ജി ബൈ എഫ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കേസ് എടുക്കാം. ദറ്റ് യൂസിങ് പ്രൂവിങ് പാർസിവൽസ് റിലേഷൻ. നോം എഫ് ഇന്നർ പ്രോഡക്റ്റ് എഫ് ഹാറ്റ് ജി ഹാറ്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ യൂസ് ദ ഫോർമുല ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഹാറ്റ് ഓഫ് സീറ്റ ജി ഹാറ്റ് ഓഫ് സീറ്റ കോൺജുഗേറ്റ് ഡി സീറ്റ. ജി ഹാറ്റിൻ്റെ ഡെഫിനിഷൻ എഴുതാം. ഇൻ്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് സീറ്റ ഡി എക്സ് ഡി സീറ്റ. ഇതിൽ ആ കോൺജുഗേറ്റ് എന്നുള്ളത് അകത്തേക്ക് എടുക്കുക. ജി എക്സ് ബാർ ഇ റേസ് ടു ഐ എക്സ് സീറ്റ ഡി സീറ്റ. നൗ യൂസിങ് ഫിബനസ് തിയറം വി ക്യാൻ ഇൻ്റർചേഞ്ച് ദി ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ബിക്കോസ് ദിസ് ഇസ് ജി ഹാറ്റ്. അപ്പോൾ അത് എക്സിസ്റ്റിംഗ് ആണ്. ദി അതർ വൺ ഓൾസോ. സോ ഇൻ്റഗ്രൽസ് എക്സിസ്റ്റ്, ദെയർഫോർ വി ക്യാൻ യൂസ് ഫിബനസ് തിയറം ടു ഇൻ്റർചേഞ്ച് ദി ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ. സോ ഗെറ്റിംഗ് ഇൻ്റഗ്രൽ ഓവർ ആർ ജി ഓഫ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ഇത് ഡി എക്സ് ഡി സീറ്റ എന്നുള്ള ഡി സീറ്റ ഡി എക്സ് എന്നാക്കുന്നു. ഡി എക്സ് ഔട്ടറാണ്. സോ യു ക്യാൻ ടേക്ക് ദിസ് ജി എക്സ് ബാർ ഔട്ട്സൈഡ്. ഓക്കെ, the first integral. So integral over r gx bar, integral over r f hat of theta e raised to ix theta d theta, and this is f hat check of x gx bar. f hat check-ന് ഒരു 2π കൂടെ വേണം, 1/2π കൂടെ വേണം. So you can write this 2π in the numerator. g of x bar 2π f hat check of x dx. f hat check is f of x. So 2π integral over r f of x gx bar dx, which is nothing but inner product fg. ഇതൊന്നും ഭയങ്കര ഇതായിട്ട് പറയാനൊന്നുമില്ല, നമ്മൾ ഇതുവരെ ചെയ്തതിൻ്റെ അതുപോലെയൊക്കെ തന്നെയാണ്. ചെറിയ നൊട്ടേഷൻ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ യു ക്യാൻ ഈസിലി ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് പാർസിവൽസ്. ആൻഡ് പ്ലാഞ്ചറൽസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് റീപ്ലേസിങ് ജി ബൈ എഫ്. അപ്പം ഇതിൽ അടുത്തത് പറയുന്നത് ഇറ്റ്സ് എ റിമാർക്ക് ഫോർ എഫ് ബിലോങ് ടു L2 R വി കനോട്ട് ഡിഫൈൻ എഫ് ഹാറ്റ് ബൈ ദ പോയിന്റ് വൈസ് ഫോർമുല എഫ് ഹാറ്റ് ഓഫ് സീറ്റ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് സീറ്റ ഡി എക്സ് ആസ് ദി ഇൻ്റഗ്രൽ മേ നോട്ട് ബി അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്. എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ നമ്മൾ മോഡ് എഫ് ഹാറ്റ് ഓഫ് സീറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ദ മോഡുലസ്. സോ മോഡ് എഫ് ഓഫ് എക്സ് ഇ റേസ് ടു എന്ന് പറയുമ്പോൾ 1 ആയി. മോഡ് എഫ് ഹാറ്റ് ഓഫ് സീറ്റ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ആർ മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അത് L1 ആറിലായതുകൊണ്ട് അത് ഫൈനൈറ്റ് ആണ്. അപ്പോൾ ദിസ് വൺ മോഡ് എഫ് ഹാറ്റ് ഓഫ് സീറ്റ എന്ന് എടുത്താൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ആർ മോഡ് എഫ് ഓഫ് എക്സ് മോഡ് ഇ റേസ് ടു ഐ എക്സ് സീറ്റ ഇസ് 1 ഡി എക്സ്. ഇപ്പോൾ L1 ആറിലായതുകൊണ്ട് ഇത് ഫൈനൈറ്റ് ആണ്. സോ മോഡ് എഫ് ഹാറ്റ് ഓഫ് സീറ്റ ഇസ് ഫൈനൈറ്റ് ഫോർ ഈച്ച് വാല്യൂ ഓഫ് സീറ്റ. അതുകൊണ്ട് തന്നെ എഫ് ഹാറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. പക്ഷേ L2 ആറിലാണെങ്കിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സ്ക്വയർ ഇൻ്റഗ്രബിൾ ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇൻ്റഗ്രബിൾ ആണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രബിലിറ്റി പറയാൻ പറ്റില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ആസ് ദ ഇൻ്റഗ്രൽ മേ നോട്ട് ബി അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് വി കനോട്ട് ഡിഫൈൻ എഫ് ഹാറ്റ് ബൈ ദ പോയിന്റ് വൈസ് ഫോർമുല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബട്ട് വി ക്യാൻ ഫൈൻഡ് എ സീക്വൻസ് ഓഫ് C2 functions with compact support such that Fn converges to F in L2 R. എഫിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് C2 ഫംഗ്ഷൻസ് വിത്ത് കോമ്പാക്ട് സപ്പോർട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ യൂസിങ് ദാറ്റ് വി ക്യാൻ ഡിഫൈൻ ദ ഫൊറിയർ ട്രാൻസ്ഫോം. അതാണ് അടുത്തത്. ഓക്കെ, സോ ദാറ്റ് വി വിൽ